അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയപ്പെട്ട 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, നമ്മളൊക്കെ പുതിയ ക്ലാസ്സിലേക്ക്, പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഉറുദു ഒക്കെ ഇൻഷാ അല്ലാഹ് വളരെ എളുപ്പമായിട്ടുണ്ടാകും. ഈ വർഷത്തെ ഉറുദു വളരെ എളുപ്പത്തിൽ, വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഒന്നാമത്തെ പാഠം, അതിൻ്റെ രചയിതാവ് ആരാണെന്ന് നിങ്ങൾക്കറിയാം. മഹാനായ ഇമാം അഹമ്മദ് റസാ ഖാൻ ഫാസിൽ ബറേലി, ഉത്തരേന്ത്യയിലെ മുസ്ലിമീങ്ങളുടെയൊക്കെ നേതാവായ, അതുപോലെ ഒരു ആത്മീയ നേതാവ് എന്നതിലുപരി ഇഷ്കീയായിട്ടുള്ള ന്യായത്ത് രൂപത്തിൽ ധാരാളം കവിതകൾ രചിച്ചിട്ടുള്ള, അതുപോലെ ഉറുദു സാഹിത്യത്തിന് തന്നെ ധാരാളം സംഭാവനകൾ ചെയ്തിട്ടുള്ള മഹാനവറുകളുടെ വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ചെറിയ കവിതയാണ് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിക്കുന്നത്. നമ്മുടെ പാഠത്തിൻ്റെ ഹെഡിങ് എന്താണ്? സൂന ജംഗൽ രാത് അന്ധേരി ഛായി ബദലി കാലി ഹെ. സോന എന്ന് വായിക്കരുത്, സൂന. സൂന ജംഗൽ രാത് അന്ധേരി ഛായി ബദലി കാലി ഹെ. നമ്മുടെ ഈ പാഠഭാഗം ഒന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇൻഷാ അല്ലാഹ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കുമല്ലോ. സൂന ജംഗൽ രാത് അന്ധേരി ഛായി ബദലി കാലി ഹെ, सोने वालो जागते रहियो चोरों की रखवाली है, आंख से काजल सौफ चुरा ले या वो चोर बजा के है, तेरी घड़ी ताकी है और तूने नींद निकाली है, ये जो तुझको बुलाता है ये ठग है मार ही रखेगा, हाय मुसाफिर दम में न आना मक्के सी मुतवाली है. ഈ പാഠഭാഗത്തിൽ പ്രത്യേകം വളരെ മനുഷ്യർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അഥവാ മനുഷ്യരെല്ലാവരും ദുന്യാവിലെ ധാരാളം നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് പരക്കം പായുമ്പോൾ നമ്മുടെ പിന്നാലെ, നമ്മുടെ ഓരോ ഞരമ്പുകളിലൂടെ കയറുന്ന ഷെയ്ത്താൻ്റെ സമ്മർദ്ദത്തെ, അവരുടെ ആഗ്രഹങ്ങൾ നമ്മൾ വകവെച്ച് കൊടുക്കുന്നുവോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ഷെയ്ത്താൻ്റെ പിടുത്തത്തിലായോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഈ ഒരു തീമാണ് ഈ കവിതയിലൂടെ മഹാനവറുകൾ വിശദീകരിച്ചിരിക്കുന്നത്. സൂന ജംഗൽ രാത് അന്ധേരി ഛായി ബദലി കാലി ഹെ. സൂന വിജനമായ, സൂന ജംഗൽ വിജനമായ കാട്, രാത് അന്ധേരി ഇരുണ്ട രാത്രി, ഛായി ബദലി കാലി ഹെ, കാലി ബദലി ഛായി ഹെ എന്നാണ് അതിൻ്റെ നസർ രൂപം. അഥവാ ഇരുണ്ട മേഘങ്ങൾ ഇവിടെയാകെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വിജനമായ കാട്, ആ കാടിൽ തന്നെ വളരെ ഇരുണ്ട രാത്രി, ആ രാത്രിയിൽ തന്നെ കാർമേഘങ്ങൾ ഇരുണ്ടുകൂടിയിരിക്കുകയാണ്. ഇത്ര ഇരുണ്ട ഈ ഒരു ഇരുള് ദുന്യാവിനെയാണ് മഹാനവറുകൾ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ വിജനമായ കാട്, ആ കാട് തന്നെ, ആ കാട്ടിൽ തന്നെ ഇരുണ്ട രാത്രി, ആ രാത്രിയിൽ തന്നെ കാർമേഘങ്ങൾ ഇരുണ്ടുകൂടിയിരിക്കുകയാണ്. അപ്പോൾ ഇത്ര ഇരുൾ മൂടിയ ഈ രാത്രിയിൽ, അഥവാ ഈ ലോകത്തിൽ മനുഷ്യരെന്താണ് തീരെ ബോധമില്ലാതെ വളരെ അശ്രദ്ധയോടുകൂടെ കിടന്നുറങ്ങുന്നത് എന്നാണ് മഹാനവറുകൾ ചോദിക്കാനിരിക്കുന്നത്. സൂന ജംഗൽ രാത് അന്ധേരി ഛായി ബദലി കാലി ഹെ. വിജനമായ കാട്ടിൽ, ഇരുണ്ട രാത്രിയിൽ കാർമേഘങ്ങൾ ഇരുണ്ടുകൂടിയിരിക്കുന്നു. സോനെ വാലോ, ഈ ഇരുണ്ട രാത്രിയിൽ കൂടെ ഉറങ്ങുന്ന മനുഷ്യ, ജാഗ്രത രഹിയോ, നീ ഉണരൂ, നീ ഉണർന്നുകൊണ്ടിരിക്കൂ. ചോറോക്കി രഖ്വാലി ഹെ. ഈ ആ ഇരുട്ടിൽ ധാരാളം കള്ളന്മാരെ സംരക്ഷിച്ചു വെച്ചിരിക്കുന്നു. ധാരാളം കള്ളന്മാർ പാത്തുപതുങ്ങിയിരിക്കുന്നുണ്ട് ഈ ഇരുട്ടിൽ. നീ അതിനൊന്നും ശ്രദ്ധിക്കുന്നില്ലേ? ഒന്ന് ഉണരൂ മനുഷ്യ എന്ന് മഹാനവറുകൾ നമ്മെ ഉണർത്തുകയാണ്. ആങ്ക് സെ കാജൽ സോഫ് ചുറാലേ. ഇവിടുത്തെ കള്ളന്മാർ മറ്റു കള്ളന്മാരെ പോലെയല്ല. കണ്ണിൽ നിന്ന് കൺമഷി പോലും അവര് വളരെ ശുദ്ധമായിട്ട്, വളരെ പതുക്കെ അവർക്ക് കട്ടെടുത്തു കൊണ്ടുപോകാൻ സാധിക്കും. യാവോ ചോർ ബലാക്കേ ഹെ. ഇവിടുത്തെ കള്ളന്മാരൊക്കെ വളരെ നിപുണന്മാരാണ്. ബലാക്കെ എന്നാൽ മാഹിർ, വളരെ നിപുണരായ കള്ളന്മാരാണ് ഈ ദുന്യാവിൽ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സാധാരണ നമ്മൾ കാണുന്ന, നമ്മുടെ പൈസ കട്ടുകൊണ്ടുപോകുന്ന കള്ളന്മാരെ അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെയൊക്കെ ഞരമ്പുകളിലൂടെ കയറിക്കൂടുന്ന
ഷെയ്ത്താന്മാരെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കണ്ണിൽ നിന്ന് സുറുമ പോലും കട്ടുകൊണ്ടുപോകാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള ഷെയ്ത്താന്മാരുടെ വഴിപിഴപ്പിക്കുന്ന ചില ചിന്തകൾക്ക് നമ്മൾ അവസരം കൊടുക്കുന്നുവോ എന്ന് മനുഷ്യ നീ ഓർക്കുന്നില്ലല്ലോ, നീ അതിനെ തൊട്ടൊക്കെ അശ്രദ്ധനാണല്ലോ എന്നാണ് മഹാനവറുകൾ ഇവിടെ ഉണർത്തിയിരിക്കുന്നത്. തേരി ഘട്ടി താക്കി ഹേ, നിന്റെ ഭാണ്ഡം അഥവാ നിന്റെ ചുമട്, നീ ഒരു യാത്രക്കാരനാണ്, നിന്റെ ചുമടെന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നീയൊരു മുസൽമാനാണ്. നിന്റെ ഈമാൻ, നിന്റെ ചുമട്, നിനക്ക് ആഖിറത്തിലേക്ക് ചുമന്നു കൊണ്ടുപോകുവാനുള്ള നിന്റെ ഭാണ്ഡം അഥവാ നിന്റെ ഈമാൻ. താക്കീഹേ, അത് വളരെ നിരീക്ഷണത്തിലാണ്. ഏത് സമയത്തും കൊണ്ടുപോകാൻ കള്ളന്മാരുടെ നിരീക്ഷണത്തിലാണ് നിന്റെ ഭാണ്ഡമാകുന്ന, നിന്റെ ഈമാനാകുന്ന നിന്റെ ഭാണ്ഡം. തൂനെ നീന്തി നിക്കാലിഹേ, എന്നിട്ടും കള്ളന്മാർ നിന്നെ പാത്തുപതുങ്ങി നിരീക്ഷിച്ചിരുന്നിട്ട് പോലും നിന്റെ ഈമാൻ കട്ടുകൊണ്ടുപോകാൻ കള്ളന്മാർ, ഇവിടെ ഷെയ്ത്താന്മാർ പാത്തുപതുങ്ങി ഇരുന്നിട്ട് പോലും, പക്ഷേ തൂനെ നീന്തി നിക്കാലിഹേ, നീ ആ സമയത്തും നീ ഉറക്കം നടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്നെ ഷെയ്ത്താന്മാർ ഉറക്കത്തിലേക്ക് ഇങ്ങനെ മാടി വിളിക്കുകയാണ്. പക്ഷേ നീ ചിന്തിക്കുന്നില്ല, നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഇത് തീർച്ചയായിട്ടും ഇത് തീർച്ചയായിട്ടും അതൊരു കൊള്ളയാണ്. മാറിയേരക്കേക, അവർ കൊള്ളയടിക്കുക തന്നെ ചെയ്യും. നിന്നെ അവർ വിളിക്കുന്നത് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ്, അവർ കൊള്ളയടിക്കുക തന്നെ ചെയ്യും. ഹായ മുസാഫിർ ദമ്മൻ ആന മക്കൈസി മുതവാലിഹേ, യാത്രക്കാര ദമ്മൻ ആന, നീ ഒരിക്കലും വഞ്ചിതനാകരുത്. ഇത്തരത്തിലുള്ള കള്ളന്മാരുടെ കൊള്ളത്തരത്തിൽ നിങ്ങൾ ഒരിക്കലും വഞ്ചിതനാകരുത്. അവർ നിന്നെ പാത്തുപതുങ്ങി നിന്നെ വളരെ മയത്തോടുകൂടെ നിന്നെ ഉറക്കത്തിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ ആ വിളിയിൽ നീ വഞ്ചിതനാകരുത്. നിന്നെ നിർബന്ധമായിട്ടും, നിന്നെ ഉറപ്പായിട്ടും അവർ നിന്നെ കൊള്ളയടിക്കുക തന്നെ ചെയ്യും. മത് കൈസി മുതവാലിഹേ, മത് എന്ന് പറഞ്ഞാൽ നിന്റെ ബുദ്ധി, കൈസി മുതവാലിഹേ, എത്രമാത്രം ഉന്മത്തായിട്ടുണ്ട്, എത്രമാത്രം മസ്ത് പിടിച്ചതായിട്ടുണ്ട് നിന്റെ ബുദ്ധി എന്നാണ് മഹാനവറുകൾ ഇവിടെ മനുഷ്യരോട് അഭിസംബോധന ചെയ്തിട്ട് പറയുന്നത്. ഇത്രയും ഭാഗം നമുക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്ലാസ് ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് ക്ലാസ് എടുക്കാം.